വരും എന്ന് പറഞ്ഞ രേണു സമയം മാറി 6-ാം തീയതി 7-ാം തീയതിയുടെ ഷൂട്ടിന്റെ 6-ാം തീയതി രാവിലെയാണ് അവിടെ എത്തുന്നത്. 5-ാം തീയതി വൈകുന്നേരം ഷൂട്ടിന് വരുന്ന. അപ്പൊ ആ രാത്രി പ്ലാൻ ചെയ്ത എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നോ? രാത്രി കാരണം അവര് സൗദി ദുബായിലൊക്കെ ആയത് കാരണം അവർക്ക് കോസ്റ്റ്യൂം ശരിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. നോക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഫിറ്റ് ആണോ എന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, കോസ്റ്റ്യൂം നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ അതിൽ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു കോസ്റ്റ്യൂം ഞാൻ വില കൊടുത്ത് വാങ്ങല്ലേ, വാങ്ങിയൊരു കോസ്റ്റ്യൂം ഞാൻ അയച്ചു കൊടുത്ത ഒരു വില്ലിങ് അല്ലെങ്കിൽ എന്റെ പൈസ പോയില്ലേ, അങ്ങനെ ആരെങ്കിലും മടത്തരം. ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്ന. ഞാൻ നമുക്ക് നമ്മൾ എടുക്കുന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇത്യാദി. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് രേണുവിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, അതായത് കോസ്റ്റ്യൂമുമായിട്ട് അടിച്ചു മാറ്റി മുങ്ങി, അതുപോലെ തന്നെ ആഭരണങ്ങൾ എടുത്ത് അതും എടുത്ത് മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ അന്നേ പറഞ്ഞതാണ്, അതായത് ഇവരൊക്കെ രേണുവിന് ഉപയോഗിക്കുന്നത് രേണുവിൻ്റെ നെഗറ്റീവും പിന്നെ കുരങ്ങിനെ കൊണ്ട് ചോറ് വാരിക്കുന്ന ഒരു പ്രയോഗമില്ലേ, അതുപോലെ ഒരു പ്രയോഗമുണ്ട്. അതുപോലെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളി കാണുമ്പോഴേ എല്ലാവർക്കും ഒരു കോമാളിയായിട്ടും കോമഡി ആയിട്ടും തോന്നുകയും അത് പിന്നീട് അങ്ങോട്ട് കത്തി പടരുകയുമാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ രേണുവിൻ്റെ ചില വേഷങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ എന്ന് പറഞ്ഞാൽ പുച്ഛം തോന്നാറുണ്ട്. അതായത് ആ സ്ത്രീക്ക് ചേരുന്നതാണ് പലപ്പോഴും ഇടുന്നത്. അവരെന്തൊക്കെയാണ് ഈ ഒരു ഷൂട്ട് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ, എന്തൊക്കെ വിമർശനങ്ങളായിരുന്നു വന്നത്. എന്നിട്ടും യാതൊരു ഇതുമില്ലാതെ അവരതൊക്കെ ചെയ്തു. ഇപ്പോഴവർ പറയുകയാണ് എന്നെ കൊല്ലാൻ നോക്കിയിരുന്നു, എന്നെ അതിജീയാൻ നോക്കിയിരുന്നു, എന്നെ ചതിക്കാൻ നോക്കിയിരുന്നു, എൻ്റേതെടുത്ത് പോൺ സൈക്കിൾ ഇട്ടെന്ന് പറഞ്ഞിരുന്നു. എന്ത് വൃത്തികെട്ട പരിപാടിയാന്ന് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചത് മുഴുവൻ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഇവരൊക്കെ കാണിച്ചത്. നാട്ടുകാരെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും കൊഞ്ഞനം കുത്തിക്കൊണ്ടല്ലേ രേണു ഒന്ന് നടന്നത്. എന്നിട്ടിപ്പോഴും രേണു പറയുകയാണ് ഞാനായിരുന്നു ശരി, എന്നെ എല്ലാവരും വന്ന് ചതിക്കാൻ നോക്കുകയാണ്. ഇവറ്റകൾ ഒരെണ്ണം പോലും ശരിയല്ല. അത് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കുപൊട്ടിയ ടീമാണ്. ഇവറ്റകളെല്ലാം ബക്കുപൊട്ടിയ ടീമാണെന്നുള്ള കാര്യം എന്താ പറയുന്നത്, ഒരെണ്ണം പോലും ശരിയല്ല. അല്ലെങ്കിൽ ഒരെണ്ണത്തിന് പോലും നോർമലായിട്ടൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. അങ്ങനെയുള്ള ടീമുകളാണ്. ഈ രേണുവിൻ്റെ സംവിധായകരായാലും നിർമ്മാതാവായി കഴിഞ്ഞാലോ പിന്നെ ഇവരെ മുത്തച്ഛനായ ഒരുത്തനുണ്ടല്ലോ, എന്നാ അവൻ്റെ പേരെന്തുവാ മറന്നുപോയടെ, ആ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു ഗാവാലം കുറ്റിയില്ലേ, ആ ചങ്ങാതിയാണെങ്കിലും ശരി, അവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസേൻ്റെ ബുദ്ധിയില്ല. എന്നിട്ട് ഇപ്പോഴും വന്നിട്ട് വലിയ വായിൽ വർത്താനം പറയുന്നു, അയ്യോ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അവർ ഡ്രസ്സ് തന്ന് നിർബന്ധിച്ചു. ഏത് ഡ്രസ്സ് എന്നാ പറയുന്നത്? അല്ല, രേണു ഇട്ട ഡ്രസ്സുകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. പലതും അതായത് ശരീരഭാഗങ്ങൾ പലതും കാണുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് അഭിനയിച്ചത്. എന്നിട്ട് ഇപ്പോഴും പറയുന്ന ആ ഡ്രസ്സൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി ഇടിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇവർക്ക് പല ഉദ്ദേശങ്ങളും എന്ത് ഉദ്ദേശമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഈ എന്താ പറയണ്ടേ, ഈ ഒരുത്തൻ ഇപ്പം വന്ന് പറയുന്ന ഒരുത്തൻ അവനെ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അവൻ ഏത് തരത്തിലുള്ള ആൽബമാണ് എടുക്കുന്നതെന്നും നമുക്കറിയില്ല. ഇനി രേണുവിനെ കൊണ്ടുപോയിട്ട് ഏത് തരത്തിലുള്ള ആൽബം അവൻ ഉദ്ദേശിക്കുന്നതെന്നും നമുക്കറിയില്ല. എന്നിട്ട് രേണു പറയുകയാണ് എന്നെ കൊണ്ടുപോയി ചതിക്കാൻ നോക്കി, എന്നെ കൊണ്ടുപോയിട്ട് ഇതാക്കാൻ നോക്കി. ഇപ്പോഴും രേണുവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരുപാട് ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളൊന്നും പറഞ്ഞാൽ രേണുവിനെ പോലെയുള്ള ഒരാൾക്ക് ചേർന്നതല്ല. അതായത് കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ ഒരുപാട് പേര് രേണുവിനെ സ്നേഹിച്ചിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പുച്ഛത്തോടു കൂടിയേ കാണുമെന്ന് ഞാൻ പറയുള്ളൂ. അതായത് നമ്മളടക്കം എന്ന് പറഞ്ഞാൽ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരുപാട് സപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷെ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഓരോരുത്തരെ വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ അതിന് ഇതായിട്ട് അതായത് ഓപ്പോസിറ്റായിട്ട് രേണു വിളിച്ചു പറയുന്ന ചില കാര്യങ്ങൾ 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം, അതായത് തീട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ എറിയാന്നേ ഞാൻ പറയുള്ളൂ. ഇവറ്റകളൊക്കെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കുപൊട്ടിയ ടീമുകളാണ്. അതാണ്. ഏതെങ്കിലും ഒരാൾ നല്ലതുണ്ടോ അതിൻ്റെ അകത്ത്? എന്തെങ്കിലും തരത്തിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആൽബത്തിൽ അഭിനയിക്കാൻ വന്നു, കുറേ നഷ്ടം വരുത്തി, അതുപോലെ തന്നെ കുറേ ഇത് വരുത്തി എന്നൊക്കെ ഒരാൾ പറയുന്നത്. അയാൾക്ക് വേണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ. അയാൾ കണ്ടത് എന്താണ്? രേണുവിനെ വെച്ചെടുക്കുമ്പോൾ നല്ല റീച്ച് ഉണ്ട്. അതുവരെ 1500 പേര് കണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ രേണുവിനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അത് 2 ലക്ഷം 6 ലക്ഷം ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആശാൻ രേണുവിനെ വെച്ച് പിന്നീട് എടുക്കാൻ തുടങ്ങിയത്. അല്ലാതെ രേണുവിനോടുള്ള ഇതുകൊണ്ടൊന്നുമല്ല. രേണുവാണെങ്കിലോ ഇത് തന്നെ ഒരു അവസരം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കുറച്ച് റീച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ എനിക്ക് നല്ലതാണ് എന്ന് കരുതിയിട്ട് ആ ഒരു സ്ത്രീ എന്താ ചെയ്തു കൂട്ടിയത്? അവർ ചെയ്തു കൂട്ടിയത് അതിലും വലിയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്തൊക്കെയോ പറയുന്നു, അല്ലെങ്കിൽ ഇവരെ എന്തൊക്കെയോ ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഇവരെല്ലാവരും കൂടി നല്ല രീതിയിൽ അങ്ങ് ഉപയോഗിച്ച് എന്തിന് ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ദാസൻ എന്തിനാണ് മറ്റേ ഇയാള് ദാസപ്പനാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദാസപ്പനാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. അല്ല, എന്തൊരു അവസ്ഥയാണ് ഇത്. ഇവിടെ വേറെ ഇതെന്താണ് ഇത് ഇത്രയും തിരക്കുള്ള നടിയെ ഇതെന്ന് മോഹൻലാലും മമ്മൂട്ടിയാ? അല്ല, മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉർവശിക്കും ഈ മഞ്ജു വാര്യർക്കും ഇല്ലാതെ തിരക്കാണല്ലോ രേണുവിന്. രേണു എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കൊച്ചിയിൽ നിന്നും, വൈകുന്നേരത്തെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുന്നത് റിയാദിൽ നിന്നും, അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ പോയിട്ട് ഡിന്നർ കഴിക്കുന്നത്. എന്തൊരു അവസ്ഥയായത്. ഇതൊക്കെയാണ് രേണുവിൻ്റെ തിരക്ക് എന്നാണ് പറയുന്നത്. അയ്യോ, കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു മുയിമയും മണമുണ്ടോ മക്കളെ? അല്ല, നിങ്ങൾക്കൊക്കെ ഇത് വന്ന് പറയാൻ കുറച്ച് നാണമുണ്ടോ? നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ സീത്തരം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കുന്നത് വളരെ മോശത്തരം തന്നെയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ അനുഭവിക്കാൻ പോകുന്ന ഈ രേണു എന്ന് പറയുന്ന മോൻ തന്നെയാണ്. ആ മോൻ ഈ സ്ത്രീനില്ല കാർക്കിച്ച് തുപ്പ് വളർന്നു കഴിഞ്ഞാൽ ഈ ആൽബങ്ങളെല്ലാം ആ ചെറുക്കൻ കണ്ടു കഴിഞ്ഞാൽ ആ ചെറുക്കനുണ്ടല്ലോ ആദ്യം ചെയ്യുന്നതെന്നാണ് ഈ സ്ത്രീന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പ് പാടുന്നത്. അത് എന്തൊരവസ്ഥ, എന്തൊരു വൃത്തികെട്ട വർത്താനാണ് പറയുന്നത്. എന്നിട്ട് വലിയ വായിൽ ഇവിടെ വന്നിട്ട് ന്യായീകരിക്കുന്നു. കുറച്ചൊക്കെ ഉളുപ്പും മുയിമയുണ്ട്, അതാണ് ചോദിക്കാനുള്ളത്. കുറച്ചൊക്കെ ഇതുണ്ടോ പറഞ്ഞ് ഈ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒരു ഇത് കാണിക്കണ്ടേ? വളരെ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ട് എന്നിട്ട് ഇപ്പോഴും വന്നിട്ട് ഞാൻ പാവമാണ്. ഇപ്പോഴെന്താ പറ്റിയത്? ഇപ്പോൾ വിചാരിച്ച പോലെ റീച്ചില്ല, വിചാരിച്ചതുപോലെ ആൾക്കാർ കാണാനില്ല. അതുപോലെ തന്നെ ഇപ്പോഴെങ്ങനെയെങ്കിലും ഇനിയൊന്ന് നന്നായിട്ട് വരണം. ആൾക്കാരൊക്കെ വളരെ മോശക്കാരിയാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എങ്ങനെയൊന്നും നന്നായിട്ട് വരണം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് സമൂഹത്തിൽ കുറച്ച് ഇത് വേണം. കാരണം എന്താ, ആ ചെറുക്കൻ പലതും വിളിച്ചു പറയും. ഏത് മറ്റേ ചെറുക്കൻ കൊല്ലസുധീൻ്റെ മോൻ ചിലപ്പോഴും എന്ന് പറഞ്ഞ് ഇനി അടുത്തേനെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പലതും വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും സ്വയം വെളുപ്പിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് രേണു സുധി ചെയ്യുന്നൊരു കാഴ്ചയാണിത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കുറച്ചെങ്കിലും നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് അറിയാം. അവനവൻ്റെ ഇതുമായിട്ട് പോവുക, അല്ലെങ്കിൽ വല്ലോനും തരുന്ന ഡ്രസ്സ് തൊട്ട് വല്ലോൻ്റെ മുന്നിലും പോയിട്ട് ഈ ഷൂട്ട് എന്ന് പറയുന്ന പ്രഹസനം. ഇതെന്താ ഞാൻ പറയും, സിനിമ ഷൂട്ടാണോ? ഏതോ ആൽബത്തിൻ്റെ പേരും പറഞ്ഞോ പണ്ടേ ഇങ്ങനെയാന്ന് പരിപാടി. ഈ ആൽബം എന്നൊക്കെ പേര് പറഞ്ഞിട്ട് പലതും എന്ന് പറഞ്ഞ് ഇവർക്ക് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട എന്തെങ്കിലും ചിത്രീകരിച്ചാലും മാത്രമേ ഇവർക്ക് എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ. അത് നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്ക്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ രേണുവിനെ നന്നാക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല. അവന് 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ രേണുവിനെ കൂട്ടുപിടിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ അങ്ങ് നന്നാക്കി എടുത്തിട്ട് രേണുവിനെ അങ്ങ് അന്താരാഷ്ട്ര ലെവലിൽ നടിയാക്കി എടുക്കാനൊന്നുമല്ല. രേണു ആണെങ്കിൽ ഇവിടെ നിന്ന് ഇച്ചിരി പൈസ കിട്ടിയപ്പോൾ അതിലങ്ങ് വീണു. രേണു ആണെങ്കിൽ കഴിഞ്ഞ എല്ലാ ആൾക്കാരോടും കൂടി എന്താ പറയുന്നത് ഈ ആൽബം എന്നുള്ള തരത്തിൽ ഞാൻ പറയുന്ന കേട്ടോ, മനുഷ്യന്മാർ ആൽബത്തിലും അഭിനയിക്കും, എല്ലാത്തിലും അഭിനയിക്കും. നമ്മൾക്കൊക്കെ ചേരുന്ന ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അഭിനയിക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീൻ്റെ അമ്മയല്ലേ, ഒരു 5-6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീൻ്റെ അമ്മയല്ലേ, ആ ഒരു പക്വതയെങ്കിലും കാണിക്കാതെ എന്തൊക്കെയാ കാണിക്കുന്നത്, എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ചില ഡ്രസ്സുകളൊക്കെ ഇട്ട് വരുമ്പോഴേ ശരിക്കും ചിരിയാ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ദുബായിലൊക്കെ പോയിട്ട് ഇവരുടെ ഡാൻസ് കാണുമ്പോൾ ശരിക്കും കരച്ചിലാ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആഭാസന്മാർ ഇങ്ങനെ ഇരുന്ന് കള്ളു കുടിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് കിടന്നിട്ട് ഡാൻസ് കളിക്കുക. എന്തൊരു മനുഷ്യന്മാരുടെ ഇത്. കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉശുരുമ്പുളിയും വേണ്ടായിരുന്നു. കുറച്ചൊക്കെ ഉശുരുമ്പുളിയും നമുക്ക് വേണമായിരുന്നു. എൻ്റെ പുന്നാര രേണു സത്യം പറഞ്ഞ് എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്തെന്നറിയാം. പക്ഷേ നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ആ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത്രത്തോളം എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ ആർത്തി കൊണ്ടാണോ അല്ലെങ്കിൽ സ്വയം വ്യക്തിത്വം ഇങ്ങനെ പണയം വെക്കുന്നത് എന്തിനാണ്? നന്ദി, നമസ്കാരം, ബൈ ബൈ.